പ്രതിപക്ഷ നേതാവിന്റെ ജമാഅത്തെ ഇസ്ലാമി അനുകൂല പ്രസ്താവനയിൽ UDF-ൽ അതൃപ്തി പുകയുന്നു. വി.ഡി. സതീശന്റെ പ്രതികരണത്തിൽ മുസ്ലിം സംഘടനകൾക്കുള്ള എതിർപ്പ് തിരിച്ചടിയാകുമോ എന്നാണ് നേതാക്കളുടെ ആശങ്ക. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ നൽകുന്നതിനെ സജീവ ചർച്ചാ വിഷയമാക്കി നിലനിർത്താനാണ് LDF-ന്റെ ശ്രമം. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് വിവാദമാക്കാനുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കം പ്രതിരോധിക്കുമ്പോഴാണ് വി.ഡി. സതീശനിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന പ്രതികരണം വരുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രസ്താവനയിൽ മുസ്ലിം സമുദായത്തിലെ ഇതര മതസംഘടനകളായ സമസ്തയ്ക്കും കാന്തപുരം AP സുന്നി വിഭാഗത്തിനും എതിർപ്പുണ്ട്. നിലമ്പൂരിലെ പ്രബല വോട്ട് ബാങ്കായ ഈ വിഭാഗത്തിൻ്റെ എതിർപ്പ് മുന്നണിയുടെ സാധ്യതകളെ സ്വാധീനിക്കുമെന്നാണ് UDF-നുള്ളിലെ ആശങ്ക. ഇത് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായിട്ടുമുണ്ട്. രാഷ്ട്രീയ ജാഗ്രതയില്ലാത്ത പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായതെന്നാണ് പൊതുവികാരം. കോൺഗ്രസിൽ വി.ഡി. സതീശനെ എതിർക്കുന്ന വിശാലായ ഗ്രൂപ്പിലെ ചില നേതാക്കൾ അതൃപ്തി നേതൃത്വത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗിലും കോൺഗ്രസിലും അതൃപ്തി ഇല്ലാതാക്കാൻ KPCC അധ്യക്ഷൻ തന്നെ മുന്നിട്ടിറങ്ങി. സൗഹൃദമായിട്ട് കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഞങ്ങൾക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകി. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും പാണ്ഡിത്യവുമെല്ലാം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവും. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ൽ ഉണ്ടാക്കിയിരിക്കുന്ന അതൃപ്തി തിരിച്ചറിഞ്ഞാണ് LDF-ന്റെ നീക്കങ്ങൾ. വിഷയം സജീവമായി നിലനിർത്തുകയാണ് ഇടത് തന്ത്രം. ജമാഅത്തെ ഇസ്ലാമുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ച കോൺഗ്രസ് നേതൃത്വം വലിയ വിമർശനത്തിനാണ് ഇപ്പോഴും വിധേയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വരികയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഐക്യപ്പെട്ട പശ്ചാത്തലത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിനോടുള്ള സമീപനം എന്ന കാര്യം പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. UDF-ന്റെ അതൃപ്തി മുതലെടുക്കുന്ന ഭാഗമായി ആക്രമണം പ്രതിപക്ഷ നേതാവിലേക്ക് കേന്ദ്രീകരിക്കാനും LDF ശ്രമിക്കുന്നുണ്ട്. മതന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ എളുപ്പത്തിൽ കുറച്ച് വോട്ട് കിട്ടാൻ മത തീവ്രവാദവുമായി സന്ധി ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെയും മത സൗഹാർദ്ദത്തെയും പൂർണ്ണമായി തകർക്കാൻ വേണ്ടിയുള്ള സാധ്യതകളെ തുറന്നു വെക്കുന്ന നിലപാടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിലെ ലാഭത്തിനു വേണ്ടി ഇപ്പോൾ UDF സ്വീകരിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അനുകൂല പ്രതികരണത്തിൽ ഉദ്ദേശിച്ചെന്താണെന്ന് ഇതര സംഘടനകൾക്ക് ബോധ്യമായിട്ടുണ്ടെന്നാണ് വി.ഡി. സതീശൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. 24 തിരുവനന്തപുരം.